സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ചിയ സീഡ്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫോർ വെയിറ്റ് ലോസ് ആണ്. പക്ഷേ ചിയ സീഡ്സിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലേ. പല രീതിയിലുള്ള അതിന്റെ ഉപയോഗം പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചിയ സീഡ്സിന്റെ എന്തെല്ലാം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്നും ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഉപയോഗിക്കേണ്ടതെന്നും ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടതെന്നും ആരെല്ലാം ഇത് ഒഴിവാക്കണമെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ന്യൂട്രീഷണൽ വാല്യൂയും അതുപോലെ തന്നെ ഹെൽത്ത് വാല്യൂയും ഉള്ള ഒരു സീഡാണ് ചിയ സീഡ് എന്ന് പറയുന്നത്. സാൽവിനിയ ഹിസ്പാനിക്ക എന്ന ചെടിയുടെ വിത്താണ് ചിയ സീഡ് എന്ന് പറയുന്നത്. ഇത് ഒരു വളരെ നല്ല സൂപ്പർ ഫുഡാണ്. ധാരാളം ഫൈബേഴ്സും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഗുഡ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് ആന്റി ഏജിങ്. അതായത് ചിയ സീഡ്സിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ഏജിങ്ങിന് കാരണമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുകയും ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെല്ലാം റെജുവിനേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതൊരു ആന്റി ഏജിങ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ചിയ സീഡ്സ് എങ്ങനെയാണ് നമ്മൾ ആന്റി ഏജിങ്ങിനായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ദിവസം 1 ടീസ്പൂൺ ചിയ സീഡ്സ് നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇത് നിങ്ങൾക്ക് ഫുഡിന്റെ കൂടെ ഇര കലർത്തിയോ ജ്യൂസസ് സ്മൂത്തീസ് ഒക്കെ കഴിക്കുമ്പോൾ അതിൽ ഇര കലർത്തിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് ഒരു ഫേസ് മാസ്ക് പോലെ തയ്യാറാക്കിയിട്ടും ചിയ സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ആദ്യം നമുക്ക് ചിയ സീഡ്സ് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുതിർത്ത് വെക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം കുറച്ച് തേൻ കൂടെ ചേർത്ത് ഒരു ഫേസ് പാക്ക് പോലെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഡെഡ് സെൽസിനെ നമുക്ക് റിമൂവ് ചെയ്യാനും സ്കിന്നിനെ കുറച്ചുകൂടി ഒന്ന് റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അങ്ങനെ നമുക്ക് ആന്റി ഏജിങ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി ലഭിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത് ഫോർ ഹെയർ ഗ്രോത്ത്. ഇതിൽ ധാരാളം കാൽഷ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെയറിലെ എല്ലാ കോശങ്ങളെയും വളരെ നന്നായിട്ട് തന്നെ റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെയർ ഫോളിക്കിൾസിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചിയ സീഡ്സ് സഹായിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്പൂൺ ചിയ സീഡ് കുറച്ച് തേങ്ങാപ്പാലിൽ കുതിർത്ത് വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് അരച്ചതിന് ശേഷം നമുക്ക് ഒരു ഹെയർ മാസ്ക് പോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ മുടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി മൂന്നാമത്തത് ഫോർ വെയിറ്റ് ലോസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് വെയിറ്റ് ലോസിനാണല്ലേ. തീർച്ചയായും ചിയ സീഡ്സ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരാഴ്ച ചിയ സീഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം 1 കിലോ എങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ തന്നെ ധാരാളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും ഫൈബേഴ്സും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ ദിവസവും കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ വയറിന് എപ്പോഴും ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നും. ഈ ഫുള്ളായിട്ടുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നോ അതിൻ്റെ പകുതി ഭക്ഷണം മാത്രമേ നമുക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇത് നമ്മുടെ വെയിറ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. ഒരു ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് നേരം ഈ ചിയ സീഡ്സ് നന്നായിട്ട് കുതിർത്ത് വെക്കുക. 15 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീരും 1 സ്പൂൺ തേനും ചേർത്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ തേൻ ചേർക്കണമെന്നില്ല, അല്ലാതെ തന്നെ കുടിക്കാവുന്നതാണ്. ഇങ്ങനെ കുടിക്കുമ്പോൾ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുടിക്കാൻ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ചൂടുവെള്ളം സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 സ്പൂൺ മാത്രം നാരങ്ങ നീര് ചേർക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ നാരങ്ങാനീര് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാവിലെ വെറും വയറ്റിൽ തന്നെ ആകുമ്പോൾ, അത് പലപ്പോഴും അസിഡിറ്റിക്ക് കാരണമാവും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു 1 വീക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും 1 കിലോയുടെ വ്യത്യാസം എന്തായാലും നിങ്ങളുടെ വെയിറ്റിലുണ്ടാവും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹാർട്ട് ഹെൽത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അതായത് ചിയ സീഡ്സിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം ഫൈബേഴ്സ്, കോറസെറ്റിൻ എന്നുള്ള ഒരു ആന്റി ഓക്സിഡന്റും ഇതിന്
ഉണ്ട്. ഈ കോറസെറ്റിൻ എന്നുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ഹാർട്ട് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ചിയാ സീഡ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇതിലുള്ള ധാരാളം ഫൈബേഴ്സും ആൽഫ-3 ഒമേഗ ആസിഡും കാരണം നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതുവഴി ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. അടുത്തത് പ്രമേഹ നിയന്ത്രണത്തിന്. ചിയ സീഡ്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതിലുള്ള ധാരാളം ഫൈബേഴ്സും പ്രോട്ടീൻസും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കലരുന്ന ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നു. അതായത് ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണ്, അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കുകയാണെങ്കിൽ ഈ മധുരമുള്ള സാധനത്തിൽ ഷുഗർ അധികം രക്തത്തിലേക്ക് വലിച്ചെടുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചിയ സീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിനൊക്കെ തന്നെ ചിയ സീഡ്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അവരെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കഴിയുന്നതും നിങ്ങളുടെ ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമുക്കത് ചിയ സീഡ്സ് അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ജ്യൂസസ് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം തന്നെ ഒരു സ്പൂൺ ചിയ സീഡ്സ് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് ബോൺ സ്ട്രെങ്ത്. ചിയ സീഡ്സിൽ ധാരാളം കാൽഷ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകാൻ വേണ്ടിയിട്ട് ഇത് വളരെ അധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ നെർവ്സിൻ്റെ ഫങ്ഷൻസിനും, അതായത് നമ്മുടെ നെർവ് കണ്ടക്ഷൻ വളരെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചിയ സീഡ്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിമൽ ആയിട്ടുള്ള മസിൽ ഫംഗ്ഷന് വേണ്ടിയിട്ടും ചിയ സീഡ് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം, മസിൽ ഫംഗ്ഷന് കാൽഷ്യത്തിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യവും നമ്മുടെ മസിൽ ഫംഗ്ഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇൻറ്റസ്റ്റിനൽ ഹെൽത്ത്. ചിയ സീഡ്സ് നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ചിയ സീഡ്സിൽ അടങ്ങിയിട്ടുള്ള ചില പ്രോട്ടീൻസ് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ചില ബാക്ടീരിയകളുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ചില കണ്ടന്റും ചിയ സീഡ്സിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോബ്സിനെ എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ചിയ സീഡിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓവറോൾ ഡൈജഷനെ ഇത് ഹെൽപ്പ് ചെയ്യുകയും നമ്മുടെ അബ്സോർപ്ഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും തല്ലാതെ നമുക്കറിയാം ഈ ചിയ സീഡ്സ് എന്ന് പറയുന്ന ഒരു ജെലാറ്റിൻ പോലുള്ള സബ്സ്റ്റൻസ് ആണല്ലേ. ഈ ജെലാറ്റിൻ പോലുള്ള സബ്സ്റ്റൻസ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസിനെ വലിച്ചെടുക്കാൻ വേണ്ടി ഇതിന് സാധിക്കുന്നുണ്ട്. ഇതിലൂടെ ഈ ടോക്സിക് സബ്സ്റ്റൻസിനെ ഇതിന് പുറന്തള്ളാൻ വേണ്ടിയിട്ടും നമ്മുടെ ചിയ സീഡ്സ് സഹായിക്കുന്നു. അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിനെ തന്നെ ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനെ ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിയ സീഡ്സ് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചിയ സീഡ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് സമയത്താണ് ചിയ സീഡ്സ് കഴിക്കേണ്ടത്? വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇനി എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എനർജി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അതല്ല, എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും നമുക്കിത് കുടിക്കാവുന്നതാണ്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം പ്രോട്ടീൻസും ഫൈബേഴ്സും ഒക്കെ തന്നെ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ബോഡിക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എനർജി ലഭിക്കുകയും ചെയ്യുന്നു. ഇനി ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ രാത്രി ഇത് കുടിക്കാവുന്നതാണ്. ഇതില് ട്രിപ്റ്റോഫാൻ എന്നുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഗുഡ് സ്ലീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് രാത്രി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്നാക്സിന്റെ കൂടെയൊക്കെ ജ്യൂസ് കഴിക്കുന്നവർക്കാണെങ്കിൽ അതിൽ ചേർത്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ കൊളസ്ട്രോള്, ഹാർട്ട് ഹെൽത്തിന് അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ഇടഭക്ഷണമായിട്ട് ഇടയിൽ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. ഒരു ദിവസത്തിൽ എത്ര വരെ നമുക്ക് കഴിക്കാം? അതായത് ഒരു ദിവസം നമുക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ അത്രയും ചിയ സീഡ്സ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇനി അടുത്തത്, നമുക്ക് ഈ ചിയ സീഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ഒരുപാട് അളവിൽ ഇത് ചെല്ലുമ്പോൾ, ഞാൻ പറഞ്ഞു ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അളവിൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡൈജഷൻ നടക്കാതെ വരും. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും. അതായത് വയറിളക്കം പോലെ, ഛർദി പോലെയും ആസിഡ് റിഫ്ലക്സ് പോലെയും ഒക്കെയുള്ള, ഇൻഡൈജഷൻ പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ 2 സ്പൂണോ അല്ലെങ്കിൽ അതിൽ കുറവോ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരെന്ന് പറയുന്നത്, നമുക്ക് എള്ള് അല്ലെങ്കിൽ നമ്മുടെ കടുക് അല്ലെങ്കിൽ പൊതീന എന്നീ സാധനങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉള്ളവരാണെങ്കിൽ കഴിവതും ഇതിൻ്റെ ഉപയോഗം ഒഴിവാക്കുക. ചിലവർക്ക് ഈ സീഡ് പറ്റില്ല. അപ്പോൾ ഈ സീഡ് പറ്റാത്തവർക്ക് അതിൻ്റെ മുന്നോടിയായിട്ട് പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം പൊതുവെ ഈ കടുകിനോടും എള്ളിനോടും ഒക്കെ അലർജി ഉള്ളവരാണെങ്കിൽ കഴിവതും ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇത് കുറച്ച് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അലർജിക് റിയാക്ഷൻ ഒന്നുമില്ലെന്ന് കണ്ടതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചിയ സീഡ്സിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ സീഡ് നിങ്ങളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക.